പ്രിയപ്പെട്ടവർ, ഈ പ്രകടനത്തിന് മുന്നിലുള്ള കൊടി, അതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രത്തോടു കൂടിയിട്ടുള്ള പ്ലക്കാർഡ്, ബോർഡുകൾ, അത് കുറച്ച് സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ മറക്കില്ലാത്ത നിലയിൽ മാറി നിന്നാലാണ് ജനങ്ങൾക്കത് കാണാൻ സാധിക്കും, സ്ഥാനാർത്ഥിയെ കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ കാണുന്നില്ല. അപ്പം അതിനുള്ള നിലയിൽ കുറച്ച് പുറകിലോട്ടേക്ക് പോകണം. ഈ ബലൂണ് മറ്റു കാര്യങ്ങൾ സ്ഥാനാർത്ഥിയുടെ സൈഡിലേക്ക് കുറച്ച് പുറകിലോട്ടേക്ക് പോയാലാണ് സ്ഥാനാർത്ഥിയെ കാണാൻ സാധിക്കുന്ന നിലയുണ്ടാവുക. ഈ പ്രകടനം നിയന്ത്രിക്കുന്നതിന് അധികം ആളുകൾ ഈ പ്രകടനത്തിൻ്റെ നേതൃത്വ നിരയുടെ മുമ്പിൽ നടക്കേണ്ടതില്ല. ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, വാദ്യസംഘമുണ്ട്. എല്ലാവരും നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടക്കേണ്ടതില്ല. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരല്ലാതെ ബാക്കി എല്ലാവരും ഈ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അണിനിരക്കേണ്ടതാണ്. ഒരു തരത്തിലും ആരും ഇതിനു മുൻപിൽ നിയന്ത്രിക്കുന്ന നിലയിൽ നടക്കേണ്ടതില്ല എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് ആ നിലയ്ക്ക് തന്നെ എല്ലാവരും പരിപാലിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യെസ്. കോൺഗ്രസ് ഐക്കാർ ആ സ്ഥാനാർത്ഥിയെ നോക്കി നടക്കുകയാണ്. അതുപോലെ അരുണാചൽ പ്രദേശിൽ 10 മണ്ഡലത്തിൽ BJPയെ ജയിപ്പിച്ചു. അതാണ് കോൺഗ്രസ് ചെയ്തത്. ഇത് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP, ഇന്നത്തെ BJP ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്ര വിജയം സൃഷ്ടിക്കാൻ സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളുടെ ശബ്ദം ഇന്ത്യൻ ലോക്സഭാ seats. All the reports show that the India bloc of parties are well ahead in this first round of polling. We are able to make this assessment. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. പാർലമെന്റിൽ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദം ഉയർന്നു വരേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് MV ജയരാജൻ ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെയും ഈ നാടിൻ്റെയും ആവശ്യമാണ്. ഇടതുപക്ഷത്തിനെ മുന്നോട്ട് കൊണ്ടുവരണം. ആ ശബ്ദം ഇന്നും പാർലമെന്റിൽ ഉയരട്ടെ. ജീവിതങ്ങളെ നയിച്ചു ജീവനങ്ങളിൽ കാവലായവൻ മനുഷ്യനെ അറിഞ്ഞിടും മനുഷ്യനുള്ള നൊമ്പരം ഇതാ കാലം കരുതി വച്ചൊരാ. പ്രിയമുള്ളവരെ, ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദിനങ്ങളായി നിങ്ങൾ കാണും. ഇടതുപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായി വോട്ട് ചെയ്യണം. ഇടത് സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണം. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. നമ്മൾ ഈ പണി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും നമ്മളോടൊപ്പം വന്ന് സമരങ്ങൾക്ക് പോകുകയും നമ്മളെ ഇത് വിജയിപ്പിച്ചെടുക്കുകയും നമുക്ക് കൂലി കൂട്ടി തരികയും നമ്മുടെ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഈ സഹാവ് നമ്മളെ നല്ല രീതിയിൽ പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട്. ജോയി നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ആറ്റിങ്ങിൽ ജയിച്ചു വരേണ്ടത് നല്ല ജനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു കാര്യമാണ്. ജോയി ജയിക്കണം. നമ്മളെ കൂട്ടത്തിലൊരു സഹോദരനാണ് ജോയി അണ്ണൻ. ഏതൊരു കാര്യം ചെന്ന് പറഞ്ഞാലും നമുക്ക് സാധിച്ചു തരും. പിന്നെ നാട്ടുകാർക്കായിരുന്നാലും ഏത് കാര്യം ചെന്ന് പറഞ്ഞാലും നമുക്കൊപ്പം നിൽക്കും. പുള്ളി ജയിച്ചു വന്നാൽ ഈ മുതലപ്പള്ളി വികസനത്തെ പറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. വമ്പൻ ഭൂരിപക്ഷവുമായി ചരിത്രഭൂമിയായ വർക്കലയെ
ഇടതുപക്ഷത്തേക്കും മതനിരപേക്ഷ പക്ഷത്തേക്കും തിരിച്ചു പിടിച്ചത് ജോയിയാണ്. ഈ നാടിന്റെ ഓരോ മണൽത്തരിക്കും സുപരിചിതൻ. ചിറയൻകീഴ് ശ്രീചിത്രവിലാസം സ്കൂൾ ലീഡറായാണ് ജോയിയുടെ ആദ്യ വിജയം. അവിടെ നിന്ന് അങ്ങോട്ട് മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജോയിക്കൊപ്പം വിജയം കൂടെയുണ്ടായിരുന്നു. ചില അവസരങ്ങളിൽ മരണം വരെ മുന്നിൽ കണ്ട സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഒരു പുരോഗമനാശയം മുൻനിർത്തിയുള്ള പ്രവർത്തനം ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നും ഈ നാട്ടുകാർക്കിടയിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ച വ്യക്തിയാണ്. ഈ നാട്ടുകാരിൽ ഭൂരിഭാഗം അദ്ദേഹത്തെ ജോയി അണ്ണ എന്നാണ് വിളിക്കുന്നത്. ആറ്റിങ്ങൽക്കാർക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയും കൂടിയാണ് ജോയി അണ്ണൻ. ഇടതുപക്ഷത്തെ ആർക്കും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പാർലമെന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചരിത്രം തുടുത്തു നിൽക്കുന്ന ഈ നാടിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങണം. വി ജോയ് ഈ നാടിന്റെ ശബ്ദമാകട്ടെ.